വരാൻ സാധിച്ചതിലും അതേപോലെ ഇത്രയും വലിയൊരു സ്വീകരണം കിട്ടിയതിലൊക്കെ ഞാൻ എൻ്റെയും പ്രേമയുടെ എല്ലാവരുടെയും എല്ലാ ടീമിൻ്റെയും വകയിൽ ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രേമയുടെ ടീം ഒരു കോളേജ് ഫെസ്റ്റിന് ചെല്ലുന്നത്. അപ്പം ഇത്രയും നല്ലൊരു വെൽക്കമിങ് തന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നസ്ലൻ പറഞ്ഞതുപോലെ തന്നെ പ്രേമലു ഈ വരുന്ന വെള്ളിയാഴ്ച 9-ാം തീയതി തിയേറ്ററിൽ റിലീസാവും. നിങ്ങളെല്ലാവരും കാണില്ലേ? തീർച്ചയായിട്ടും കണ്ട അഭിപ്രായം പറയണം. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലൊക്കെ പറ്റിയൊരു പടമായിരിക്കും എന്തായാലും. പലർക്കും പല ആൺകുട്ടികൾക്കും നസ്ലൻ ചെയ്ത ക്യാരക്ടറും പല പെൺകുട്ടികൾക്കും ഞാൻ ചെയ്ത ക്യാരക്ടറും ആകിന്റെ ചേച്ചി ചെയ്ത ക്യാരക്ടറും ആണെങ്കിലും ഒക്കെ സംഗീതയുടെ ക്യാരക്ടർ എല്ലാവരുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. തുടക്കം തൊട്ട് അവസാനം നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന നല്ല പടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും പോയി വാച്ച് ചെയ്യണം. ഇന്ന് ഇവിടുത്തെ ലോഗോ ലോഞ്ച് കലോത്സവ ലോഗോ പ്രകാശനമായിരുന്നു. മിനാരം ശ്രീ കേരള വർമ്മ കലാ യൂണിയൻ 2023-2024 കലോത്സവം ഈ വരുന്ന ഫെബ്രുവരി 27, 28, 29 തീയതികളിൽ നടക്കുന്നതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നൽകുന്നു. താങ്ക് യു സോ മച്ച്. കോളേജിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു. സിനിമയിലാണോ ചോദിച്ചത്? അല്ലാതെ ഇത്രയും ഭംഗിയുള്ള കുട്ടികളൊക്കെ അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. ഒരുപാട് സ്ഥലത്ത് ആണോ? എന്നാ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലത്തെ ഒരു ഡയലോഗ് ഉണ്ടാവില്ല. ഈ സിനിമയിലത്തെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചാബി ഹൗസ് റെഫറൻസ് ആണ്. മറ്റേ റീന ടീച്ചറുടെ മോനെ എല്ലാം പഠിച്ചു, പക്ഷെ പെൺപിള്ളേരെ വളക്കാൻ പഠിച്ചു. കാരണം നിങ്ങളുടെ പരിപാടിക്ക് കുറെ വയസ്സായ അമ്മമാര് വളരെ ആത്മാർത്ഥമായിട്ട് ഒരാൾ പറഞ്ഞത് പറയാൻ ഭയങ്കര പേടിയാ. കാരണം ചിത്ത പറയോ ആൾക്കാരെല്ലാം പറയോ, പക്ഷേ എനിക്ക് മനസ്സിലായി ആ ലാസ്റ്റ് ഇയറിന്റെ ആവശ്യമാണ് പറഞ്ഞത്. മനസ്സിലായി. താങ്ക് യു സോ മച്ച്. പക്ഷേ കാണാൻ വേണ്ടി ഓടി വന്നതാണ്. നമുക്കവിടെ ഗിരീഷാറിന്റെ കട്ടയമർദ്ദനങ്ങളായാലും പിന്നെ നെക്സ്റ്റ് പറഞ്ഞ സൂപ്പർ ചെറിയ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് പറയുന്ന പോലെ പാവന സ്റ്റുഡിയോസിൽ നമ്മുടെ എല്ലാ സിനിമകളും തങ്കായാലും കോൺഫിഡൻസ് ആയാലും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 2 പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കുന്നത്.
അഭിനയിച്ച നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഭാവന സ്റ്റുഡിയോസ് ആണെങ്കിലും ഒരുപാട് സിനിമകൾ എടുത്ത് പരിചയമുള്ളവരാണ്. ഗിരീഷേട്ടനാണെങ്കിലും 2 സിനിമകൾ എടുത്ത് അവർ ക്വാളിറ്റി സിനിമകളായിരുന്നു രണ്ടും. അപ്പോൾ ഈ 2 പേരും അല്ലെങ്കിൽ ഭാവന സ്റ്റുഡിയോസും ഗിരീഷേട്ടനും കൂടി ഒന്നിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഞാൻ സിനിമ കണ്ട ആളാണ്. എനിക്ക് ത്രൂ ഔട്ട് അത് എൻഗേജിങ് ആയിട്ട് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സിനിമ. അത് നല്ലൊരു ഫൺ റൈഡ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അത് നമ്മുടെ റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തിന്റെ ലൈഫിൽ ചിലപ്പോൾ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതെല്ലാം ഒരു സിനിമാറ്റിക് രീതിയിലാണ് പറയുന്നത്. ഗിരീഷേട്ടൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണെങ്കിലും പടത്തിന്റെ ടോട്ടാലിറ്റി ആണെങ്കിലും മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. വിഷ്വലി ആണെങ്കിലും എല്ലാം കൊണ്ടും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ അത് നിരാശപ്പെടുത്തില്ല എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും പോയി കണ്ടിട്ട് പറയും അഭിപ്രായം. ഓക്കെ. ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നെസ്ലിൻ വിചാരിച്ചോ, അതായത് ഞാൻ ഇത്ര ചെറിയ ക്യാരക്ടറാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ ജെയ്സനെക്കാട്ടി കത്ത് കഴിയുന്നത് നെസ്ലിൻ തന്നെ. അല്ല എന്നാലും ലിയോജാത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. അവന്റെ ഇപ്പൊ പാൻ സൗത്താണ്. മലയാളത്തിന്റെ അത് പറയലാണെങ്കിൽ ജെയ്സിനെ പോലെ തന്നെ അത്രയധികം ഫാൻസ് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം എത്ര ഫാൻസ് തീർച്ചയായിട്ടും ആ ഒരു ചെറിയ തണ്ണീർമത്തലിൽ ഞാൻ ആ ഒരു സമയം ചെറിയ ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ അതിന് വലിയൊരു അപ്രിസിയേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് വിചാരിച്ചില്ല, അതായത് ഇത്രയധികം ചെറിയൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ട് ഇപ്പം ഈ ഒരു ലെവലില് നായകനായിട്ട് കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ വിചാരിച്ചത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അഭിനയം തന്നെ എനിക്ക് പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇത്രയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് അത് പ്രത്യേകിച്ച് ശ്യാമേട്ടൻ ഇത്രയും നല്ലൊരു പാട്ട് പാടി കഴിഞ്ഞാൽ ഞാൻ കുളമാക്കണോ വെറുതെ? ഈ സത്യമായിട്ട് ഡാൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയായിരുന്നു. പിന്നെയും സത്യം പാട്ട് ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല ഇപ്പൊ എനിക്ക് പനിയും കൂടിയാണ്. പനി എന്ന് വെച്ചാൽ എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ മരുന്ന് മെഡിസിൻ ഒക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പാട്ട് പാടാനും അറിയത്തില്ല, പാടിയ കുളമാകുകയും ചെയ്യും. സംഗതിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് എന്തോ അയ്യോ നമ്മള് ഡാൻസ് കളിച്ചില്ലേ? ആ ഇപ്പൊ വിഷമായിരുന്നു. പാട്ട് പാടണോ? ഏത് പാട്ടാ? ഏതെങ്കിലും ഒരു സിമ്പിൾ പാട്ട് പറയാം. എനിക്കിപ്പോ ഒന്നും കിട്ടണില്ല. ശരി എന്നാ ഇവിടെ ഒരാൾ പറഞ്ഞു ഹരിമുരളീരവം പാടാം. ബെസ്റ്റ്. കേക്കട്ടില്ല. അത് ശ്രമിക്കാം. വേണ്ടില്ല ചന്ദനകൾ കുഴപ്പമാണ്. ലിറിക്സ് ഒന്നും അറിയില്ല കേട്ടോ. തെറ്റിയാൽ ക്ഷമിക്കണം. ഞാൻ ലിറിക്സ് എടുക്കാം. അതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പനിയാണ്. സംഗതി പാളിപ്പോയാൽ കൂവരുത്. എന്തോ കമന്റ് ചെയ്യുന്നുണ്ടോ? ലോഡായി വരലേ ഉള്ളൂ കേട്ടോ. ഡിലേ ആക്കുന്നതിന് ക്ഷമിക്കണം. ഓക്കെ വന്നു പാടട്ടെ? കൂടെ ആയിട്ട് പാടാം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ണുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഉണവിലും കൈകളിലൂടിയുകാനാടാം, പീലി നീട്ടുന്ന കൊലമറിയാം, മുകിലോടുന്ന വീട്ടിലൊഴിക്കാം, സ്വർണ്ണ വീണായി
വഞ്ചിപ്പാട്ടിൻ്റെ വെള്ളിയില ചന്ദനക്കിണ്ണം പുന്നമട കായലിലെ കുഞ്ഞിളം കയ്യിൽ തന്നെ കോരിയെടുക്കാം കഴിഞ്ഞ് ആദ്യക്കിളി കൂറും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാം. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ഭാഗത്ത് ഒരാൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളുടെ ഈ ആഗ്രഹം എനിക്ക് നടത്തി തരാൻ പറ്റാത്തത് ഞാൻ ആരും സത്യമായിട്ട് എനിക്ക് പാടാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയും നല്ല പാട്ടൊക്കെ കേട്ടിട്ട് എന്റെ മോശം ശബ്ദത്തിൽ സോറി അല്ല, ഈ പാട്ട് പാടുക, പാട്ട് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അത് നല്ല നല്ല ഗായകർ ഇതുപോലുള്ള ശ്യാമേട്ടനെ പോലുള്ള ഗായകർ പാടുമ്പോൾ അത് ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടെ പാടിയത് വൃത്തികേടാക്കുന്നത് എനിക്ക് സോറി എല്ലാവരോടും.